UDF നിയന്ത്രിക്കുന്ന കടത്തനാട് ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒടുവിൽ അന്വേഷണം ശക്തമാക്കാനൊരുങ്ങി ക്രൈംബ്രാഞ്ച്. കേസിൽ റിമാൻഡിലായ പ്രതികളായ റിനീഷിനെയും സുധീർ കുമാറിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നതിനായി ക്രൈംബ്രാഞ്ച് ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. അതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ ഒന്നാം പ്രതിയും സൊസൈറ്റി സെക്രട്ടറിയുമായ പ്രീന അടുത്ത ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകും. UDF നിയന്ത്രിക്കുന്ന കടത്തനാട് സൊസൈറ്റി തട്ടിപ്പ് കേസിൽ വരും ദിവസങ്ങളിൽ നിർണായകമായ അറസ്റ്റുകളിലേക്കും കണ്ടെത്തലുകളിലേക്കും അന്വേഷണ സംഘം നീങ്ങുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റിമാൻഡിൽ കഴിയുന്ന റിനീഷ്, സുധീർ കുമാർ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം. ഇതിനായുള്ള കസ്റ്റഡി അപേക്ഷയാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുന്നത്. തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്, വ്യാജരേഖകൾ ചമച്ചതിൽ ഇവരുടെ പങ്ക് എന്തൊക്കെയാണ് എന്നതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ സാധിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് കരുതുന്നത്. കേസിലെ ഒന്നാം പ്രതിയും സൊസൈറ്റി സെക്രട്ടറിയുമായ പ്രീനയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. അറസ്റ്റ് ഭയന്ന് ഒളിവിൽ കഴിയുന്ന പ്രീനയ്ക്ക് മുന്നിൽ ഇനി നിയമപരമായ മറ്റു വഴികളില്ല. അതുകൊണ്ട് തന്നെ അവർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടന്ന ഈ കേസിൽ വലിയ ജനരോക്ഷമാണ് ഉയർന്നത്. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് LDF നേതൃത്വം നൽകുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടകര RDO ഓഫീസിന് മുന്നിൽ ഈ മാസം 15 മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.